ഹലോ, അപ്പോൾ നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ കുറച്ച് പണിയിലാട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാലേ, നമ്മളിന്ന് രാവിലെ പറിച്ചെടുത്തുള്ള നമ്മുടെ മുളകുണ്ടല്ലോ, അതായത് നമ്മുടെ പച്ചമുളക്, അതായത് നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു പച്ചമുളക് ഇതാ. ഇപ്പോൾ ഇതാ പച്ചമുളക് വെച്ചൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് മുളക്. അപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറിയായിട്ട് വയ്ക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ പച്ചമുളക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങനെ കഴിക്കാനും പറ്റില്ല, അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ വേറെ പല ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പച്ചമുളക് വെച്ചിട്ട് ഒരു അടിപൊളി കൊണ്ടാട്ടം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ഉണ്ടമുളകും ഉണ്ട്, അതേപോലെ നല്ല നീളമുള്ള മുളകും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറിച്ചു കേട്ടോ. കുറച്ച് പിഞ്ചുള്ളതൊക്കെ പറിച്ചിട്ടുണ്ട്, ഒരുപാട് പിഞ്ചല്ല എന്നാലും അത്യാവശ്യം. അതായത് നമ്മുടെ ഒരു കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാൻ പാകമായതെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി, ഇത് വേറൊരു ടൈപ്പാണ്, ഒരുപാട് നീളം വയ്ക്കാതെ. എന്നാൽ ഉണ്ടമുളക് എന്ന് പറയാനും വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള മുളകാണ്. അപ്പോൾ എന്തായാലും മുളക് തന്നെ നമ്മളൊന്ന് കീറി കൊടുക്കട്ടെ. ഒരുപാട് അങ്ങ് കീറരുത്, ജസ്റ്റ് ഒന്നൊരു ഹാഫ് ഭാഗത്തോളം ഒന്ന് കീറി കൊടുക്കുക. ഈ ഒരു അറ്റങ്ങനെ പൊളിഞ്ഞു പോകരുത്, നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ സീഡ് പുറത്തേക്ക് പോകും. അപ്പോൾ സീഡ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിലേക്ക് നന്നായിട്ട് പിടിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മളിപ്പോൾ വറക്കുന്ന ഒരു ടൈമിലായാലും ഉണക്കുന്ന ഒരു ടൈമിലായാലും ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കീറി കൊടുത്താൽ മതി, ഒരുപാടൊന്നും അങ്ങനെ കീറി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇത് ഫുള്ള് നമ്മളിപ്പോൾ കുറച്ച് നേരമായിട്ട് തുടങ്ങിയിട്ട് ഇതാ ഇത്രയും നമ്മളിപ്പോൾ നന്നായിട്ട് കീറി എടുത്തിട്ടുണ്ട്. കറക്റ്റ് എല്ലാവരെയും ലെവലാണ് നമ്മൾ ചെയ്തിട്ടുള്ളതുണ്ടായാലും. അടുത്തൊരു പാത്രത്തിൽ നമ്മൾ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇത്രയും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യട്ടെ. അപ്പോൾ അതിന് ശേഷം നമ്മളത് മൂരിമുളക് എന്ന് പറയുമല്ലോ, നമ്മളിപ്പോൾ നല്ല വെയിലൊക്കെ ആവുന്നത് തന്നെ നമുക്ക് വറ്റൽമുളക് ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഉണക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് വെയിൽ നമുക്ക് പരമാവധി ഇങ്ങനെയൊക്കെയല്ലേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ നല്ല വെയിലുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിത് ചെയ്യുന്നത് നൈറ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഫുള്ള് കീറിയതിന് ശേഷം നമുക്ക് മോരും ഉപ്പൊക്കെ ചേർത്തിട്ട് ആ ഒരു സംഭവത്തിൽ ഇട്ട് വയ്ക്കണം. അതിന് ശേഷം നമ്മൾ ഇന്ന് ഫുള്ള് നൈറ്റ് ഫുള്ള് അതിൽ തന്നെ ഇട്ടതിന് ശേഷം നമ്മൾ രാവിലെ ആട്ടോ, അതായത് വെയിൽ വരുന്നൊരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ടെറസിൻ്റെ മേളിലൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം അതേപോലെ ഇട്ട് കൊടുക്കും. ഒന്ന് ഉണങ്ങുന്നവരെ നമുക്കിങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഒരു ലെവലാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാതെ. എന്നാലും കുറച്ചധികം ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഫുള്ളൊന്ന് ചെയ്യട്ടെ. എന്തായാലും ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മൾ മൂരിമുളകൊക്കെ വാങ്ങിക്കുന്ന ഒരു ടൈമിലായാലും നല്ല ഉപ്പായിരിക്കും. നമ്മളിവിടെ എപ്പോൾ വാങ്ങിച്ചാലും നല്ല ഉപ്പാട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ പച്ചമുളകായാലും നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ലാട്ടോ. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സംഭവം തന്നെ കഴിക്കും കൂടി ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ കുറച്ചധികം ചെയ്യാനുണ്ടെന്നാലും എല്ലാം ഒന്ന് കീറി എടുക്കണം. അപ്പോൾ എല്ലാം ഒരേ ലെവലിൽ തന്നെ കേട്ടോ കീറി എടുക്കും. നോക്കി ഒരുപാട് നീളതാണെങ്കിൽ എന്താ ഇതിപ്പോൾ ഞാനിതാ ഈ ഒരു ലെവൽ വരെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീരെ ചെറുതൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഹോൾ ഇട്ടാവും. അതുപോലെ തന്നെ ഈ ഒരു കത്തി നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ബെസ്റ്റ് കത്തിയാണ് തന്നെ വേണം. നോക്കി അറ്റം നല്ല ഷാർപ്പായിട്ടൊരു കത്തിയാണ്. അതുകൊണ്ട് നമുക്കിതാ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കീറി ഒരേ ലെവലിലൊന്നും ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെയിലൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല മഴയൊക്കെയുള്ള ടൈമിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു ദിവസം കറി വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു മൂരിമുളക് മാത്രം മതി. നമുക്ക് കഞ്ഞി കുടിക്കാനായാലും ചോറ് കഴിക്കാനായാലൊക്കെ അത്രയും നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും നമ്മൾ വറുത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫുള്ളൊന്ന് ചെയ്യട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ കുറച്ചുണ്ടല്ലോ, അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് കീറി ഒരേ ലെവലൊന്ന് ആക്കിയതിന് ശേഷം നമുക്കിനി കാണാം. ഇത് പഴുത്തുവിട്ട് അതുകൊണ്ട് നമുക്ക് വിത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും പഴുത്തുകൊണ്ട് ഞാനിപ്പോൾ ഇത് കൊണ്ടാക്കാൻ മുളകിന് എടുക്കുന്നില്ല. അതുപോലെ ചിലത് ഇതുപോലെ പഴുത്തിട്ടുണ്ട്, ചിലത് ചനച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ടേ. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ആ ഒരു കീറുമ്പത്തിന് ആ ഒരു അരി ഇങ്ങനെ പുറത്തേക്ക് തെറിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു സ്മെല്ലിങ്ങനെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു ഇടത്തരം മുളകാട്ടോ. അപ്പോൾ പല സൈസിലുള്ള മുളകുണ്ട്. നമ്മളിപ്പോൾ ചെടിയുടെ തീർത്ത് പറിച്ചിരിക്കുകയാണ്. നമ്മൾ പറിക്കുന്നതനുസരിച്ചിട്ടാട്ടോ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ തീർത്ത് പറിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ മുളകും നന്നായിട്ട് ഈ ഒരു ലെവലിൽ നമ്മൾ കീറി എടുത്ത് സെറ്റ് ആക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് മോരും ഉപ്പെല്ലാം എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ള ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മൺകലത്തിൽ അടിയിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കുറേ നേരം കൊണ്ട് ഉള്ളിൽ ഇരുന്നിട്ടാണ് ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലെ പോലെ അല്ലാട്ടോ നല്ലൊരു കൂളിങ്ങും നല്ലൊരു തണുപ്പും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സമയത്ത് നല്ല ചൂടായിരുന്നുണ്ട്. പക്ഷേ ഇന്നൊക്കെ ഇപ്പോൾ മഴയുടെ ഒരു മൂടലൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴെങ്കിലും. പക്ഷേ ഇതാ മഴയൊന്നും പെയ്തില്ലെങ്കിലും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കിളികളുടെ സൗണ്ടൊക്കെ നല്ലൊരു ആംബിയൻസ് ആട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിരുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു മൂരിമുളക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മൺകലത്തിൽ ഇട്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു മൺകലാണ് എടുക്കുന്നത്. അതായത് നല്ല വെയിറ്റ് ഉണ്ട്, അതേപോലെ നല്ല വലിപ്പമുള്ളൊരു മൺകലാണ്. അപ്പോൾ ഈ ഒരു മൺകല നമ്മൾ എടുത്തുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഈ മൺചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടാവുന്നത്, അതായത് നിർമ്മിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു ഫ്രഷ് ആയിട്ടൊരു മൺകലം തന്നെയാണ് വാങ്ങിയുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസ് ഉള്ളത് നോക്കിയിട്ട് നല്ല വെയിറ്റ് ഉണ്ട്, അതായത് നല്ല ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു സൗണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതായത് നന്നായിട്ട് വെയിറ്റ് ഉണ്ടല്ലോ. മിക്കവാറും ഇന്ന് ക്വാളിറ്റി നോക്കി ആവണിക്കുട്ടി പൊട്ടിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിതൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ആവണിക്കുട്ടി ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടോ. അതാ ഓരോന്നോരോന്നിട്ട് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്ത സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ആവണി. ഇതെന്താ പറഞ്ഞു കൊടുത്തേ? ഇതെന്താ? മോര് എന്ന് പറ. മോര്. എന്തായാലും പറഞ്ഞു കൊടുത്തത് നമ്മൾ മോര് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിന് ഉപ്പും കൂടി വേണ്ട. അപ്പോൾ നമ്മൾ കല്ലുപ്പാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അതേപോലെ ഇതുപോലെ നമ്മുടെ മോരുമുളകൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിപ്പിനേക്കാളും കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കല്ലുപ്പ് തന്നെയാണ്. അപ്പോൾ നല്ല കല്ലുപ്പാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. എന്താണ് കുട്ടിക്ക് ഉപ്പ് വേണം? എന്താണോ എടുത്ത് കൊടുത്തത്? ഉപ്പ് കാണിച്ചു കൊടുത്ത് പൊട്ടിച്ചതിന് മുന്നേ അവർക്ക് കാണിച്ചു കൊടുത്തേ. ഇതാണ് ഉപ്പ് എന്ന് പറയാം. പൊട്ടിച്ചേരാ അയ്യോ, പൊട്ടിച്ചു കൊടുക്കുന്നതിന് ഒരു സന്തോഷം കേട്ടോ. പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടണം ഉപ്പ്. കാണിച്ചു കൊടുത്തോ? കാണിച്ചു കൊടുത്തു. അവിടെ പോയി എങ്ങനെ കാണുന്നത് കായോ? നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിലേക്കാണോ വരുന്നത്? ഫ്രണ്ട് ക്യാമറയിൽ കാണിക്കാം. നമ്മൾ ബാക്ക് ക്യാമറയാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. വന്നിട്ടുണ്ട് ആള്. കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലിടാം. ഓ, ടേസ്റ്റ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ എല്ലാ കൈസിനും ആള് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഫുള്ള് കൊട്ടണ്ട. അമ്മ കൊട്ട. നമ്മൾ ഉപ്പിടാൻ പോകുന്നത് വേറെ. നമ്മള് ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ. കാരണം പൊതുവേ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഉപ്പ്, അതായത് ഉപ്പല്ല, മോരുമുളകിന് നല്ല ഉപ്പായിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് ഉപ്പൊന്നും വേണ്ട. അത്യാവശ്യം വേണ്ട ഉപ്പ് മതി. അപ്പൊ നമുക്ക് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം എന്തായാലും നമുക്കൊരു ഏകദേശം വെച്ച് ഒരു മുളക് കുറച്ച് ചുങ്ങൊക്കെ ചെയ്യണം. അപ്പം എന്തായാലും ആ ഒരു ലെവലിൽ നമ്മൾക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ലിറ്റർ നമ്മുടെ മോരാട്ടോ. മോരല്ല, തൈരാണ് ഇത്. അപ്പം നല്ല പുളിയുള്ള തൈരാട്ടോ ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതിനനുസരിച്ച് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഓരോരോ പാക്കറ്റും പൊടിച്ച് വയ്ക്കാം. ഒരു മോര് പറ. മോരല്ല, തൈരാണിത്. നിളയുടെ തൈരാണ്. നമ്മളെപ്പോഴും നിളയുടെ തൈരാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് നമ്മളിതാ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതാ. ഇവിടെ ഒരാൾ ഇതാ കത്തിയൊക്കെ എടുത്തിട്ട് മുറി തുടങ്ങിയിട്ടുണ്ട്. അമ്മ പൊട്ടിച്ചോളാം. അതിന് കൈ മുറി ഇവിടെ ആക്കട്ടെ. അങ്ങനെ ആക്കിയ മുറിയില്ല. വാ, ഇങ്ങനെ സിമ്പിൾ. നീ ഒഴിക്കുന്നത്? അയ്യോ, ഇന്ന് മിക്കവാറും മോരുമുളകിൽ എന്നെ ഇടേണ്ടി വരുമല്ലോ അവണി. ഇത് കഴിയുമ്പോഴത്തേന് എന്താ അവസ്ഥ നമുക്ക് നോക്കാം. കാരണം നമ്മുടെ കുട്ടിക്കുറുമ്പിയുള്ള പരിപാടിയൊക്കെ ഏകദേശം ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ആഗ്രഹം നടന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് പോയെങ്കിലും ഒരു ഫുള്ളായിട്ട് എടുത്തോ? ഇതിൽ ഇനി ഉണ്ടല്ലോ. ഇനി അമ്മ പൊട്ടിക്കാം. ഷോ, നമുക്ക് ഈ ബാക്കിയുള്ളത് കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. കത്തിയൊന്നും കിട്ടും തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് കൈവശം തന്നെ പരമാവധി പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. കത്തി ഇതാ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അവിടെ തരുന്നത്. സെറിച്ചോ? സോറി കേട്ടോ. കത്തി നേരത്തെ തന്നിട്ട് ആവശ്യമൊക്കെ കഴിയുമ്പോൾ തരുള്ളൂ. ഞാൻ നേരത്തെ കുത്തിയിട്ട് കീറണം എന്ന് പറഞ്ഞു കൊടുത്തല്ലോ. കറക്റ്റായിട്ട് അത് കുത്തി കീറി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആയിക്കോളാം. ഓക്കെ, ഇനി മതി. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആ ഒരു പാക്കറ്റും കൂടി നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി തൈര് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തൈരൊക്കെ ആളുടെ ഫേവറേറ്റ് സംഭവം കേട്ടോ. പക്ഷേ ഇപ്പോൾ നല്ല നൈറ്റ് ആണുള്ളതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൊടുത്താൽ ശരിയാവില്ല. അതാണ് ഈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തൈര് കിട്ടുന്നവരെ ഇവിടുന്ന് പോവില്ല കേട്ടോ. അതായത് അത് തൈര് മതിയാവുന്നവരെ ഇവിടെ കൂടിയിട്ടുണ്ട്. വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ആ തൈര് കുടിക്കാനാണെന്ന് തോന്നിയിട്ട് നോക്കി അത് താഴെക്കൂടെ പോയതൊക്കെ എടുത്ത് കഴിക്കാനുള്ള പരിപാടിക്കാണ്. അപ്പം നമുക്ക് ഇതിടാം, പച്ചമുളക് ഇടാം. പച്ചമുളക് എടുക്കപ്പാ.
നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആവണിക്കുട്ടി ഐശ്വര്യ എടുത്താ തുടങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് മുളകായിട്ട് എടുത്തിട്ടുണ്ട്. ആണെന്ന് അറിയില്ല. മിക്കവാറും കുളിപ്പിച്ചെടുക്കേണ്ടി വരുന്ന തോന്നി ഒരു പരിപാടി എല്ലാം കഴിയുമ്പോഴത്തേനും. അമ്മയിടാം അപ്പൊ പെട്ടെന്ന് കഴിയും. വാവിട്ടോളൂ എന്തായാലും നമുക്ക് കുളിക്കാല്ലേ ഇത് കഴിഞ്ഞ് പോയിട്ട്. കാരണം നല്ല വെയിറ്റ് ആണ്. എനിക്ക് അങ്ങോട്ട് കൊട്ടിയെടുത്തോ പോകാനും പറ്റില്ല. ഒറ്റയ്ക്ക് ചെയ്തോളാന്നൊക്കെ പറഞ്ഞു. എന്റെ കൈയൊക്കെ എഴുതാൻ വിടിയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു ഉപ്പും അതുപോലെ മോര് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കണ്ട. അപ്പോഴേ ഒരു ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് പിടിക്കും. പിന്നെ നമ്മൾ ഇടുന്നത് കല്ലുപ്പും കൂടിയാണല്ലോ. പൊടിപ്പാണി പെട്ടെന്ന് ലയിച്ച് തരുമോ ചെയ്യും. ആവണിക്കുട്ടി എന്തായാലും ഇട്ട് തരുന്നതിന് ശേഷം ഞാൻ ഇളക്കി ബാക്കിയിട്. നമ്മൾ ബാലൻസ് ഉള്ള ഒരു മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. മുളകെണ്ണ നമ്മൾ പറിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ടുണ്ടാകും. നമ്മൾ കഴുകിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കീറി എടുത്തിട്ടുള്ളത്. കൊണ്ട് നോക്കി നന്നായിട്ട് അരിയുണ്ട് ഇതിൻ്റെ ഇടയിൽ. എല്ലാം ഇട്ടിട്ട് ഈ ഒരു രാവണി ഇത് കൂടി എടുത്തേ. അങ്ങനെ ആക്കണം. നമുക്കൊന്ന് കൊടയാം. വാ നിക്ക് ഇപ്പൊ തരാം. ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കും. ശരി അവള് സ്വന്തമായിട്ട് ഇളക്കിക്കൊള്ളാം. കേട്ടോ വളർത്തരവള് ഇളക്കട്ടെ. നിക്ക് അമ്മ കൊടയാ. അപ്പൊ അടിയിലാണ് തൈരൊക്കെ ഉള്ളത്. വിട്ടേ പല നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് പ്രതീക്ഷ പോലെ അങ്ങനെ അങ്ങ് താക്കാന്ന് പറ്റില്ല. ഒന്ന് മാറിക്കാവണ കുട്ടി ഒരു മിനിറ്റേ. ആ ഒരു മുളകെല്ലാം ഈ ഒരു കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോരും അതുപോലെ ഉപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഈ ഒരു നൈറ്റ് ഫുള്ള് നമ്മളിതുപോലെ അടച്ചു വെക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ ഇട്ടിട്ട് നാളെ നല്ല ഇതിന് രാവിലെ വെയിൽ വരുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ടെറസിൻ്റെ മേളിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മേളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഒന്ന് അതായത് വൈകുന്നേരം 5 മണി വരെയൊക്കെ നന്നായിട്ട് വെയിലൊക്കെ കൊളിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു മൺകലത്തിൽ തന്നെ ഇട്ട് വെക്കണം കേട്ടോ. കാരണം അതിൽ എന്താണ് താഴെ നമ്മൾ ഈ ഒരു മുളകെല്ലാം വാരിയെടുക്കുമ്പോൾ അടിയിൽ നമ്മുടെ ആ ഒരു തൈരൊക്കെ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ തൈര് ഉപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ വീണ്ടും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഓവർനൈറ്റ് വീണ്ടും വെക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ 1-2 വട്ടം 1, 2, 3 ദിവസം അതായത് ആ ഒരു തൈര് നന്നായിട്ടൊന്ന് വറ്റി അതുമായിട്ട് നന്നായിട്ടൊന്ന് പിടിക്കുന്ന വരെ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം എന്തായാലും അതൊക്കെ ഇങ്ങനെ നമുക്ക് വഴിയെ കാണിക്കാം. അപ്പം എന്തായാലും നമുക്ക് നന്നായിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് അടയ്ക്കുന്ന ഒരു പാത്രം ഉണ്ട് നമുക്ക്. അതായത് വെച്ച് നമുക്ക് നന്നായിട്ട് അടയ്ക്കണം. നോക്കി ആ ഒരു തൈരൊക്കെ ഇതാ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് ആ ഒരു കളറൊക്കെ നോക്കി ആ ഒരു വെള്ളമയം എല്ലാം അവിടെ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനിത് എന്തായാലും ഒരു 3 ദിവസമൊക്കെ എടുക്കും നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് വെയിലും കൂടി കൊള്ളുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് വറ്റൽമുളക് നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിക്കാൻ നല്ല അടിപൊളിയായിട്ട് വറ്റൽമുളക് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഇന്നലെ വൈകുന്നേരം നമ്മുടെ മുളകെല്ലാം നമ്മൾ ആ മോരിലിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ രാവിലെ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് നല്ല ചൂടുള്ള വെയിലാണ്. അപ്പോൾ നമുക്കൊരു ടെറസിന് വെള്ളമൊന്നും കയറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ മുറ്റത്തിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അടിയിൽ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പൊക്കത്ത് ഇതുപോലത്തെ ഒരു പായായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് ഫുള്ള് നന്നായിട്ടൊന്ന് കട്ടിയില്ലാതൊന്ന് നന്നായിട്ട് നൈസായിട്ടൊന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. അയ്യോ അവണിക്കുട്ടി കാര്യമായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. കൊട്ടുണ്ടോ നമുക്കിനി വാരിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ബാലൻസ് ഉണ്ടാകുമല്ലോ മോര്. അപ്പോൾ അത് നമുക്ക് അതിൽ തന്നെ പിന്നെ ഇട്ട് കൊടുക്കാം. അതായത് വൈകുന്നേരം വാരിയതിന് ശേഷം ഇത് മാറിക്ക് താഴേക്ക് ഇറങ്ങ്. മുളകിൽ തൊണ്ടാട്ടോ ഒരു മുളക് നല്ലൊരു മണം വരുന്നുണ്ട്. ഒരു മോരിലും ഒക്കെ കിടന്നിട്ടേ ഒന്ന് ചുങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുളകൊക്കെ നമ്മൾ ഇട്ടതിനെ അപേക്ഷിച്ച്. പുളിയോ? അപ്പോൾ ഈ ഒരു കനത്തിലാട്ടോ നമ്മൾ ഇട്ട് കൊടുത്ത് നിർത്താൻ ഫുള്ള് നന്നായിട്ട് നിരത്തട്ടെ. വെയിൽ ഇവിടെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണേ. ആവണിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് നീർന്ന് നമ്മുടെ കലം നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കാൻ കുറച്ച് പാടാട്ടോ. ടെറസിൻ്റെ മേളിലേക്ക് കയറ്റുവാണെങ്കിലും ചുമക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നമുക്ക് നന്നായിട്ട് വെയിലും കിട്ടുന്നത്. നമ്മുടെ മെലസ്റ്റോമയൊക്കെ നിൽക്കുന്നതിൻ്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് നമ്മൾ പുറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ വാരിയിട്ട് ഇതേ മൺകലത്തിൽ തന്നെ വീണ്ടും ഇട്ടാൽ മതി. കാരണം ഇതിൽ തൈര് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു തൈര് വറ്റുന്ന വരെ നമ്മളിങ്ങനെ ഓരോ ദിവസം വെന്തിടുന്നു, വൈകുന്നേരം വാരി എടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഒരു മൺകലത്തിൽ തന്നെ എടുക്കും. നോക്കി തൈര് ഉണ്ട് ഇടയിൽ അത്യാവശ്യം നന്നായിട്ടുണ്ട്.
മോരുമുളക് നന്നായിട്ട് നമ്മൾ എല്ലാം വെയിലത്തേക്ക് ഇതാ നിരത്തി കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയും മോരായിട്ട് ഒരു ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വൈകുന്നേരം വരെ വെയിലൊക്കെ കൊണ്ടിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തിടാം. അങ്ങനെ എത്രത്തോളം ഇത് വറ്റി ഒരു മുളകുമായിട്ട് ഫുള്ളങ്ങ് സെറ്റായി പിടിക്കുന്നു അതുവരെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നല്ല വെയിലോടെ നന്നായിട്ട് ഉണങ്ങണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ മോരുമുളകൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല വെയിലല്ല. അപ്പോൾ എന്നാലും ഈ ഒരു വെയിൽ പരമാവധി എല്ലാവരും യൂസ് ചെയ്തിട്ട് ഈ രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്കുള്ള മുളക് ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനും കൂടി പറ്റുമല്ലോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പറയല്ലേ. എന്നാൽ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം.